അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടുന്നത് ഇതുപോലുള്ളൊരു സ്വിച്ചാണ്. നമുക്ക് റേറ്റ് വരുന്നത് 74 രൂപയാണ്. 19 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഞാൻ മിൻ്റെയുടെ ആണ് വാങ്ങിച്ചത്. സിംഗിൾ സ്വിച്ചാണ്. ഡബിൾ വരുന്നുണ്ട്, സിംഗിൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യുന്ന രീതി വളരെ ഈസിയാണ്. ഇതുപോലുള്ള ആ ഒരു സ്ക്രൂസാണ് വരുന്നത്. ഓൾറെഡി ഞാൻ ഒരു സൈഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഇതുപോലെ ബാക്കിൽ 2 സ്ക്രൂസാണ് വരുന്നത്. നല്ല വാഷറും കാര്യങ്ങളും അല്ലെങ്കിൽ റബ്ബറിൻ്റെ ബുഷൊക്കെ വെച്ചിട്ട് കുറച്ച് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ വയർ കേബിൾ ടൈ വെച്ചിട്ട് ഹാൻഡിൽ ബാറിൻ്റെ ആ ഗ്യാപ്പിലൂടെ ഇവിടെ നമ്മളെ ആക്സിലേറ്റർ കേബിൾ പോകുന്ന ആ ഒരു ഹോളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതാകുമ്പോൾ കറക്റ്റ് അധികം പ്രൊജക്റ്റ് ചെയ്തൊന്നും നിൽക്കില്ല. ഈ ഹോളിൻ്റെ അകത്തോടു കൂടി 2 വയറും കൃത്യമായിട്ട് ഉള്ളിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് ഫ്രണ്ടിലെ നമ്മൾ ആ ഡൂം സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക. അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും സ്ക്രൂ റിമൂവ് ചെയ്യേണ്ട. ഇതുപോലെ ക്യാപ്പ് റിമൂവ് ചെയ്യുക. ഈ ഒരു കേബിൾ, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുന്ന ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ കേബിൾ വരുന്നത് തടിച്ച ഫുൾ സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ വയറിംഗ് കിറ്റ് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അനക്കി നോക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ അതിൻ്റെ ക്ലിപ്പ്, അതായത് പിന്നിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഈ കാണുന്നതാണ് എൻ്റെ വണ്ടി വരുന്നത്. 2015 മോഡലാണ്. ക്ലാസിക്കാണ് വണ്ടി വരുന്നത്. ഇവിടെ കാണുന്ന ആ ഒരു ബ്ലാക്ക് സ്പോക്കറ്റ് നമ്മൾ അഴിച്ചെടുക്കുകയാണ്. ഇവിടെ ചെറിയൊരു ലോക്കുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ചെറുതായിട്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാർഡായിട്ട് വലിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് WD-40 അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. WD-40 വേണമെന്നില്ല, ഇത് ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 വയേഴ്സ് നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് കൂടി ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വയറാണ് വരിക. ഈ 2 വയറിൻ്റെ എൻഡിലായിട്ട് 2 പിന്ന് വരുന്നുണ്ട്. ആ പിന്ന് 2 നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വയർ ബ്ലാക്കിൽ വൈറ്റ് കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഫുൾ ഗ്രീനായിട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2ൻ്റെയും ആ ഒരു പിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ചിട്ട് അവിടെ ആ ഒരു ചെമ്പ് കമ്പി കോപ്പർ വയർ പുറത്തോട്ട് വരുന്ന രീതിയിൽ കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുക്കണം. അതായത് ഓവർ ലെങ്ത് അല്ല, അതായത് ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പുറത്തോട്ട് എത്രയാണോ അഡീഷണൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കണം. ആദ്യം നിങ്ങളൊരു മിനിമം എന്നുള്ള രീതിയിൽ ഒരു 3 ചെറിയൊരു രീതിയിൽ ഒന്ന് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അതായത് പിന്നൊക്കെ കറക്റ്റായിട്ട് പിന്നെടുക്കുക, റൗണ്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ വയേഴ്സ് കാണാൻ പറ്റും. അതിൽ കാണുന്നത് ഈ വയർ, അതായത് ബ്ലാക്കിൽ ഗ്രീൻ ലൈൻസ് വരുന്ന വയറാണ്. അല്ലാതെ ഫുൾ ബ്ലാക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ ചളിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ബ്ലാക്കിൽ ഗ്രീൻ വരുന്ന ആ ഒരു വയറിൻ്റെ അകത്തോട്ട് ഇതുപോലെ നമ്മൾ വയർ കയറ്റി വെക്കുക. അതിന് ശേഷം ഇവിടെ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് വരുന്ന വയറാണ്. മാറിപ്പോകാൻ വേണ്ടി പാടില്ല. അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സെയിം തന്നെയാണോ നോക്കുക. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. ജസ്റ്റ് ഉള്ളിലോട്ട് നമ്മൾ കയറ്റി വെക്കുക. കുറച്ച് ഹാർഡാണെങ്കിൽ 1-2-3 പ്രാവശ്യം ട്രൈ ചെയ്യുക. ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ക്ലിപ്പ് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വയറിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് ജാമാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ വയറിൻ്റെ ആ കവറ് കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കുറച്ചും കൂടി ലെങ്ത്ത് ആക്കുക. അതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് പ്രസ്സായിട്ട് ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ വീഴണം. അപ്പോൾ അടുത്തായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ചാവി ഓൺ ചെയ്തു. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ വർക്കാവുന്നുണ്ട്. ഇൻഡിക്കേറ്റർ 4 എണ്ണം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ സ്വിച്ച് യൂസ് ചെയ്യണം. അതായത് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഏതെങ്കിലും ഒരു ലെഫ്റ്റോ റൈറ്റോ സൈഡിലോ ഏതെങ്കിലും ഒന്ന് ഓണാക്കി വെക്കുക. അതിനുശേഷം ഇവിടെ ഓൺ ഓഫ് സ്വിച്ചാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 4 എണ്ണം ഒരുമിച്ച് കത്തും. നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടത് അത് കത്തും. ഇത്രയാണ് വരുന്നത്. ഇതിൽ നമുക്ക് വയർ കട്ട് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്ക് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വയർ ജസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ സിമ്പിൾ വീഡിയോ ആണ്, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, കമൻറ്റ്സ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണാം. ബൈ.